നമസ്കാരം. അപ്പോൾ ഇന്ന് നമ്മുടെ സ്പീക്കറിന്റെ ഡീറ്റെയിൽസ് ആണ് പറയുന്നത്. ബോവേഴ്സ് ആൻഡ് വിൽക്കിൻസിന്റെ 804D4 ദ സ്മോളസ്റ്റ് ഫ്ലോർ സ്റ്റാൻഡിംഗ് സ്പീക്കർ ഇൻ 800 സീരീസ്. ഇതൊരു 3-വേ സ്പീക്കർ ആണ്. ഇതൊരു പോർട്ടഡ് ഡിസൈൻ ആണ്, സീൽഡ് സ്പീക്കർ അല്ല. സ്പീക്കറിന്റെ താഴ്ഭാഗത്താണ് പോർട്ട്, ഡൗൺ ഫയറിംഗ് ആയിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പിന്നെ 3-വേ സ്പീക്കർ ആയതുകൊണ്ട് തന്നെ ഇതിന്റെ ഹൈ ഫ്രീക്വൻസി, മിഡ് റേഞ്ച്, ബേസ് ഡ്രൈവർ എല്ലാം സെപ്പറേറ്റ് ആയിരിക്കും. ഇതാണ് ഇതിന്റെ ഹൈ ഫ്രീക്വൻസി ഹാൻഡിൽ ചെയ്യുന്ന ഡ്രൈവർ. ഡയമണ്ട് ട്യൂറ്റർ എന്നാണ് കമ്പനി ഇതിനെ വിളിക്കുന്നത്. ഈ മുകളിൽ കാണുന്നതാണ് ഡയമണ്ട് ട്യൂറ്റർ. ഇത് സ്പീക്കറുമായിട്ട് കംപ്ലീറ്റ്ലി ഡീകപ്പിൾഡ് ആയിട്ടാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇത് മൂവ് ചെയ്യുന്നത് തന്നെ കാണാം. അത് റെസൊണൻസ് ഒക്കെ ഒഴിവാക്കാൻ സഹായിക്കും. ഈ കാണുന്നതാണ് ഈ സ്പീക്കറിന്റെ മിഡ് റേഞ്ച് ഡ്രൈവർ. 5 ഇഞ്ചിന്റെ മിഡ് റേഞ്ച് ഡ്രൈവർ ആണ്. അതുപോലെ 6.5 ഇഞ്ചിന്റെ ബേസ് ഡ്രൈവർ ആണ് ഈ സ്പീക്കറിന് വരുന്നത്. ഈ ടോപ്പ് പ്ലേറ്റ് കംപ്ലീറ്റ്ലി അലുമിനിയത്തിൽ ബിൽഡ് ചെയ്തിരിക്കുന്നതാണ്. ഒരു ലെതർ ഫിനിഷുള്ള ഭാഗവും കാണാം. ഈ ട്വീറ്റർ ഹൗസിങ്ങിന് തന്നെ ഏകദേശം ഒരു 1 ഫീറ്റോളം ഡെപ്ത് വരുന്നുണ്ട്. മുന്നേ ഞാൻ പറഞ്ഞതുപോലെ ഇവരുടെ ഡയമണ്ട് ട്വീറ്റർ കുറച്ച് സ്പെഷ്യലാണ്. അതുപോലെ തന്നെയാണ് ഇതിന്റെ കോസ്റ്റും. ഈ ഡ്രൈവറിന് തന്നെ ഒരു പെയറിന് ഏകദേശം 3 lakhs കോസ്റ്റ് വരുന്നുണ്ട്. ഇത് പല കളറിൽ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഗ്ലോസി ബ്ലാക്ക് ഫിനിഷ് വരുന്നുണ്ട്, വൈറ്റ് വരുന്നുണ്ട്, അതുപോലെ സാറ്റിൻ ഫിനിഷിൽ 2 കളർ വരുന്നുണ്ട്, വാൾനട്ട് ആൻഡ് റോസ്നട്ട്. ഏകദേശം 1 മീറ്ററോളം ഹൈറ്റ് വരുന്നുണ്ട്. വിഡ്ത്ത് താഴത്തെ ബേസും കൂടെ കൺസിഡർ ചെയ്യുമ്പോൾ ഏകദേശം 1 ഫീറ്റാണ്. ഡെപ്ത് 1 ഫീറ്റിന് മേലെ വരും. 40 സെന്റിമീറ്ററോളം ഡെപ്തും വരുന്നുണ്ട് ഈ സ്പീക്കറിന്. ഇത് കാണുമ്പോൾ സ്ലിം ആയിട്ട് തോന്നുമെങ്കിലും ഏകദേശം 37 കിലോഗ്രാമാണ് ഒരു സ്പീക്കറിന്റെ വെയിറ്റ്. ഇനി ഇതിന്റെ ടെക്നിക്കൽ സൈഡിലോട്ട് വരുമ്പോൾ കമ്പനി പറയുന്ന ഫ്രീക്വൻസി റേഞ്ച് 20 Hz to 35 kHz ആണ്. എനിക്ക് മെഷർ ചെയ്തപ്പോഴും ഇത് ഏകദേശം 20 kHz വരെ പോകുന്ന റിസൾട്ടാണ് കിട്ടിയത്. അതിന്റെ ഡീറ്റെയിൽസ് ഞാൻ വേറൊരു വീഡിയോയിൽ ചെയ്യാം. റെക്കമെൻഡഡ് ആംപ്ലിഫയർ പവർ 50 to 200 watts ആണ്. 89 dB സെൻസിറ്റിവിറ്റി ഉണ്ട്. അത്യാവശ്യം ഡീസെന്റ് സെൻസിറ്റിവിറ്റി ഉള്ളതുകൊണ്ട് തന്നെ ഒരു 100 watts പവർ ചെയ്യാൻ കേപ്പബിൾ ആയിട്ടുള്ള ഒരു പവർ ആംപ്ലിഫയർ ഉണ്ടെങ്കിൽ നമുക്ക് ഡീസെന്റ് ആയിട്ട് ഡ്രൈവ് ചെയ്യാൻ പറ്റും. നോമിനൽ ഇംപിഡൻസ് 8 ohms ആണ്. പക്ഷെ മിനിമം ഇംപിഡൻസ് 3 ohms വരെ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ആംബ് ചൂസ് ചെയ്യുമ്പോൾ ലോ ഇംപിഡൻസിൽ വർക്ക് ചെയ്യാൻ പറ്റുന്ന ആംബ് ആണെന്ന് ഉറപ്പുവരുത്തുന്നത് നന്നായിരിക്കും. ഇതാണ് ഈ സ്പീക്കറിന്റെ ബാക്ക് സൈഡ്. ഫുള്ളി അലുമിനിയം ആണ്. അതുപോലെ താഴെ സ്പീക്കർ ബൈൻഡിംഗ് പോസ്റ്റ് കാണാം. ബൈ വയറിംഗും ബൈ ആംബിംഗും ഒക്കെ ചെയ്യാൻ പറ്റുന്ന 2 സ്പീക്കർ ഇൻപുട്ട് കാണാം. 1 for ഹൈ ഫ്രീക്വൻസി ആൻഡ് 1 for ലോ ഫ്രീക്വൻസി. ഇതിന്റെ ക്രോസ് ഓവർ ഇരിക്കുന്നത് ഈ അലുമിനിയം ഷീറ്റിന്റെ ബാക്ക് സൈഡിലായിട്ടാണ്. മുന്നേയുള്ള ഡയമണ്ട് സീരീസിലെല്ലാം ഈ ബേസിലായിരുന്നു ഇവരുടെ ക്രോസ് ഓവർ ചെയ്തിരിക്കുന്നത്. പുതിയ മോഡലിൽ ഒരു മേജർ ഡിഫറൻസ് ആണ് ക്രോസ് ഓവറിന്റെ പൊസിഷൻ മാറിയിരിക്കുന്നത്. അപ്പോൾ ഇതാണ് എൻ്റെ സ്പീക്കർ കേബിൾ. ഇതിൽ 4 ഔട്ട്പുട്ട് വരുന്നുണ്ട്. ഹൈ ഫ്രീക്വൻസിയും ലോ ഫ്രീക്വൻസിയും സെപ്പറേറ്റ് ആണ്. അതിനാണ് നമ്മൾ ബൈ ആംബിംഗ് അല്ലെങ്കിൽ ബൈ വയറിംഗ് എന്ന് പറയുന്നത്. ബൈ ആംബിംഗും ബൈ വയറിംഗും തമ്മിലുള്ള ഡിഫറൻസ് ഞാൻ വേറൊരു വീഡിയോയിൽ ചെയ്യാം. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. അത്രയും ടെക്നിക്കലായിട്ട് പോകുന്നില്ല. അപ്പോൾ ഇത് ഇതിനകത്ത് കണക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് അത്ര ഫ്ലെക്സിബിൾ ആയിട്ടുള്ള കേബിൾ അല്ല. നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി കണക്ട് ചെയ്യുന്നേ ഉള്ളൂ. ഇതാണ് എൻ്റെ സൂപ്പർ ട്യൂട്ടറിൻ്റെ ബനാന പ്ലഗ്. SAEC എന്ന് പറഞ്ഞ ഒരു ജാപ്പനീസ് ബ്രാൻഡിൻ്റെ കേബിളാണ്. അപ്പോൾ ഈ ബനാന പ്ലഗ് ഞാൻ യൂസ് ചെയ്യുന്നതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ബാക്കിൽ തന്നെ എനിക്ക് ഈ സൂപ്പർ ട്യൂട്ടറിൻ്റെ ബനാന പ്ലഗ് കണക്ട് ചെയ്യാൻ പറ്റും. ഇതുപോലെ കേബിളിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വേറൊരു വീഡിയോ ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.